എവിടെ കടുവൊക്കെ ഉണ്ടാവും തോന്നുന്നു. ഇറങ്ങു കുട്ടികളെ. ഇവിടെയാണ് ടെന്റ് അടിച്ച് ഇന്ന് രാത്രി നമ്മൾ താമസിക്കുന്നത്. കടുവേ പുലി ഉണ്ടോ സാർ? എന്താ പേടിയാവുന്നുണ്ടോ? ഓടാതെ. എടി പെണ്ണെ പറങ്ങാണ്ടെ പിടിച്ച് കളിക്കരുത് കേട്ടോ. ചുമ്മാ ഞാൻ പറഞ്ഞേ ഉള്ളൂ. നമുക്ക് ഈ കൂട്ടത്തിൽ നൊഴിഞ്ഞ് വേറെ സ്ഥലത്ത് പോയിരിക്കാം. അവരൊക്കെ കളിയാക്കും. ഓ കളിയാക്കട്ടെ. നോക്കി നടക്കാത്തോണ്ട എന്നെ കൈ പിടിച്ചു. ഒറ്റയ്ക്ക് നിന്നെ കിട്ടാൻ ഞാൻ എത്ര കൊതിച്ചിരിക്കായിരുന്നോ. ലക്ഷ്മി, ലക്ഷ്മി, ലക്ഷ്മി എവിടെ പോയിരിക്കുന്നു? ലക്ഷ്മി പേടിപ്പിച്ചു വന്നിലൂടെ കള്ളി. പേടിച്ചോ? ആ പേടിച്ചു. എവിടേക്കാണ് സുരേഷ്? പറയാം, നീ വാ. പാറയാണ്, സൂക്ഷിച്ച് നടക്കണം കേട്ടോ. എനിക്കറിയാം. വാചകം അടിക്കാതെ വാ പിന്നെ. സൂക്ഷിച്ച്. അയ്യോ സുരേഷ്, ഇത് കണ്ടോ? എന്റെ ഷൂ കീറി. എവിടെ? സുരേഷ്, എന്ത് പണിയാ കാണിച്ചത്? ഇനി ഞാൻ എങ്ങനെ നടക്കും? അല്ലെങ്കിൽ അതിട്ടുണ്ട് ഇനി നടക്കാൻ കഴിയില്ല കുട്ടി. ഒരാളും എന്നാ ഇതും അങ്ങ് അഴിച്ചു കളഞ്ഞേക്കാം. ഇനി ഞാൻ വരുന്നില്ല. ദേഷ്യം പിടിക്കല്ലേ മോളെ. വല്ലാതെ തളർന്നു. ഞാനും തളർന്നു. നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇരിക്കാം. എനിക്ക് വിശക്കുന്നു, നമുക്ക് പോകാം. അയ്യോ മണി 2 എന്നാ വാ പോകാം. അവര് നമ്മളെ തിരക്കും. എണീക്ക് സുരേഷ്, നമുക്ക് പോകാം. നമ്മൾ ഒരുപാടിക്ക് പോകുന്നു. വഴി തെറ്റിന്നാ തോന്നുന്നേ. അയ്യോ, ഇനി നമ്മൾ എങ്ങനെ ക്യാമ്പിലെത്തും? നീ പരിഭ്രമിക്കാതെ, അതൊക്കെ എത്തും. ഞാൻ കൂടെ ഇല്ലേ? ഇല്ലേ, നിനക്ക് വിശക്കുന്നല്ലേ പറഞ്ഞു. ഒരു മിനിറ്റ്. അമ്മ ഇതൊക്കെ എടുത്ത് വെച്ച് എത്ര നന്നായി. എനിക്കിത് മതി. ഇതുകൂടെ കഴിക്കണം. എനിക്കിപ്പോ ദാഹിക്കുന്നു സുരേഷ്. ദാഹിക്കുന്നോ? വാ, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വെള്ളം കിട്ടും നോക്കാം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവിടെ എവിടെയോ വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന്. ഇരിക്കും. ദാഹം തീർന്നോ? തീർന്നു. ലക്ഷ്മി, ഇവിടെ എവിടെയോ ഞങ്ങൾക്കൊരു എസ്റ്റേറ്റ് ഉണ്ട്. ഇവിടുന്ന് കുറച്ചു ദൂരം പോണം. അന്നൊരിക്കൽ ഞാനും അച്ഛനും അച്ഛന്റെ കൂട്ടുകാരും വന്ന് ഞങ്ങൾ അവിടെയാണ് ടെന്റ് അടിച്ചത്. എത്ര നല്ല വെള്ളം, പളുങ്ക് പോലെ ഇരിക്കുന്നു. അന്നിതാ ഞാൻ അവിടെ ഇരുന്ന് കുളിച്ചത്. ഇന്ന് ഞാൻ കുളിക്കും. അയ്യോ വേണ്ട സുരേഷ്. വേണം.
കുളിക്കാൻ പോണു. ശ്ശോ, വേണ്ട സുരേഷ്. ഒന്ന് ചുമ്മാ തിരുവണ്ണേ. വലിയ ആളായിപ്പോയി. അതെ അതെ, വലിയ ആള് തന്നെ. ഇപ്പൊ കണ്ടോ? ശ്ശോ. ഇതറിഞ്ഞിരുന്നേ ഞാൻ സുരേഷിന്റെ കൂടെ വരില്ലായിരുന്നു. സുരേഷ്, ഞാൻ പറയുന്നത് കേൾക്ക് സുരേഷ്. ഞാനിതാ ചാടാൻ പോകുന്നു. റെഡി? വേണ്ട. അയ്യോ, വരുന്നോ? ഞാനില്ല. അയ്യോ, വേണ്ട. വാന്ന്. വിട്. വേണ്ട സുരേഷ്, വേണ്ട. ഒന്ന് നീന്തി നോക്കാം. അയ്യോ, എനിക്ക് നീന്താൻ അറിയില്ല. വാ കുട്ടി. വിട്. എന്റെ കാലിന് വിടാൻ. കാറിട്ടോ. പ്ലീസ്, ഞാൻ വീഴും കേട്ടോ. വാ, നോക്കാം. വാ. വേണ്ട സുരേഷ്. വിട്. വാ കുട്ടി. സുരേഷ്, വിടാൻ. ആ, സുരേഷ്, വിടന്നെ. എന്ത് പണിയാ കാണിച്ചത്? എനിക്ക് മാറാൻ വേറെ ഉടുപ്പുണ്ടോ? അയ്യോ, ഞാനത് മറന്നുപോയി. ഐ എം സോറി. സാരമില്ല, ഉടുപ്പൊരു പെയിഞ്ഞതാ, ഉണക്കിയെടുക്കാം. നമ്മൾ കുളിച്ചു കഴിയുമ്പോഴേക്കും ഉണങ്ങി കിട്ടും. അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല പെണ്ണേ, അതേ ഉള്ളൂ. കൊണ്ടുപോയി ഉണക്ക്. വരാനല്ലേ പറഞ്ഞു? വാ കുട്ടി. വരൂ. ഇല്ല, വരില്ല അല്ലേ? വരത്തില്ല. വിട് സുരേഷ്, വിട്. ജന്തു, എന്ത് പണിയാ കാണിച്ചത്? ഞാൻ പോയിക്കാം. സുരേഷ്, എന്റെ ഫ്രോക്ക് മാറിപ്പോന്നു. ഞാൻ പോയിട്ടില്ലേ? എന്റെ ഫ്രോക്ക് എവിടെ സുരേഷ്? നിന്റെ ഫ്രോക്ക് ഒഴുക്കിൽ പെട്ടുപോയി. അയ്യോ, ഇനി ഞാൻ എന്ത് ചെയ്യും? അതിന് വഴിയുണ്ടാക്കാം. നീ കുളിക്ക്. ഞാൻ വിചാരിച്ചു മരിച്ചെന്ന്. ഞാൻ അങ്ങനെ എന്റെ ലക്ഷ്മി മരിക്കാൻ വിടുവോ? ഇനി ഞാൻ എന്ത് കൊടുക്കൂ? ഞാൻ എന്റെ ഉടുപ്പ് തരാം. ദേ, അങ്ങോട്ട് മാറി നിൽക്കും. ഇതൊടുക്ക. സുരേഷ് പോ, ഞാൻ ഉടുത്തോളാം. ഞാൻ ഇവിടെ നിന്നെന്താ? സുരേഷ് പോ. അങ്ങനെയാണെങ്കിൽ പോയേക്കാം. വാ, കേറ്. സുരേഷ്, ഇത് കണ്ടോ? ഇതിട്ട് ഞാൻ എങ്ങനെ നടക്കും? പാന്റ് നിനക്കുന്ന ഷർട്ട് ഞാൻ ഇട്ടേനെ. പക്ഷെ പെണ്ണുങ്ങൾക്ക് മേലും മറക്കണമല്ലോ. മഹാ ബോറായി. സാരല്ലേ, വാ. എനിക്ക് നാണാവുന്നു സുരേഷ്. എന്റെ കാലൊക്കെ എല്ലാരും കാണും. പിന്നെ ഈ കാട്ടിൽ ആരാണ് നിന്റെ കാല് കാണാതിരിക്കുന്നത്? നാട്ടിലായിരുന്നെങ്കിൽ എല്ലാരും നോക്കിയേനെ. ഈ വേഷമിട്ടുണ്ട് ഞാൻ എങ്ങനെ ക്യാമ്പിൽ കയറി ചെല്ലും? നിന്റെ വേഷത്തിന്റെ കാര്യം പോട്ടെ, ക്യാമ്പിലേക്കുള്ള വഴിയാണ് ഞാൻ അന്വേഷിക്കുന്നത്. അപ്പൊ നമുക്ക് ശരിക്കും വഴി തെറ്റിയോ? പിന്നല്ലാണ്ട്. ഇനി എങ്ങനെ ക്യാമ്പിലെത്തോ? വീട്ടിൽ ചെല്ലുമ്പോ ചേട്ടനോട് എന്ത് പറയാം? ലക്ഷ്മി, കള്ളത്തടി വെട്ടുകാരുടെയും കഞ്ചാവ് കൃഷിക്കാരുടെയും സ്ഥലമാണിത്. പെണ്ണുങ്ങളുടെ ശബ്ദം കേട്ടാൽ അവർ ഓടി വന്ന് എന്നെ ഇടിച്ച് പഞ്ചറാക്കി നിന്നെ തൂക്കിയെടുത്തോണ്ട് പോകും. കള്ളന്മാരാണെങ്കിലും ഇവിടെ മനുഷ്യരും കാണുമല്ലേ? ആ, കാണും കാണും. ഈ കോലത്തിൽ അങ്ങോട്ട് ചെന്നാ മതി. എന്തു ലക്ഷ്മി? കാലിൽ മുള്ളുകൊണ്ട്.
എവിടെ? നോക്കട്ടെ. കാണുന്നില്ലല്ലോ. വാ, അവിടെ ഇരിക്ക്. നോക്കട്ടെ. പതുക്കെ സുരേഷ്. വെറുതെ ഇരിക്കാം. കേൾക്കല്ലേ? കണ്ടോ എത്ര വലിയ മുള്ള്. മുള്ളിന് നിന്റെ കാലിനോട് വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു. അവിടുന്ന് തമാശ പറയുന്നു. എനിക്ക് വേദനിക്കുന്നു. വേദനിക്കുന്നോ? പോട്ടെ, ദേഷ്യപ്പെടാതെ എണിച്ചു വാ. ഉം? അങ്ങനെ വാ. പതുക്കെ. സൂക്ഷിച്ചു വാ, ഇനിയും മുള്ളു കുത്തും. സൂക്ഷിച്ചു നടക്കെ. പതുക്കെ. അങ്ങനെ ഞാൻ ഇറങ്ങിക്കോളാം. സുരേഷ് പോകാം. കാട്ടുജാതിക്കാര് കിഴങ്ങും ഇറച്ചിയൊക്കെ ചുട്ടുന്നതായിരിക്കും. അതിനകത്ത് മിച്ചം വല്ല ഉണ്ടോ നോക്കി. എനിക്ക് വിശക്കുന്നു. നോക്കട്ടെ. അവന്മാര് ഒന്നും ബാക്കി വെച്ചിട്ടില്ല. ശോ. ഇവിടെ എസ്റ്റേറ്റ് ബംഗ്ലാവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എത്തുന്നില്ലല്ലോ. നീ വാ പെണ്ണെ. ലക്ഷ്മി എനിക്കിതാ തരാനല്ലേ പറഞ്ഞ. എനിക്കാണ് വലിയ വിശപ്പ്. എന്നിട്ട് സുരേഷ് തിന്നുന്നത്. കുട്ടി ഇത് കാട്ടുപഴമല്ലേ? വിഷമാണെങ്കിലോ? മരിക്കുന്നെങ്കിൽ ഞാൻ ആദ്യം മരിക്കട്ടെന്ന് കരുതിയ ഞാൻ ആദ്യം തിന്നത്. അങ്ങനെ ഇപ്പൊ ഒറ്റയ്ക്ക് മരിക്കണ്ട. മരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാം. എന്തിനാ കളഞ്ഞത്? ഇതിന് പുളിപ്പോ ചവർപ്പോ എന്തോ ഒരു രുചി. നമുക്ക് കഴിക്കുന്ന ലക്ഷ്മി. വാ സുരേഷ് പോകാം. ആ കുട്ടികൾ കാട്ടിലകപ്പെട്ട് വല്ല അപായം സംഭവിച്ചു. അപായമൊന്നും സംഭവിച്ചു കാണില്ല. ആ ചെറുക്കൻ ആ പെണ്ണിനെ കറക്കിക്കൊണ്ട് പോയി കാണും. നമുക്ക് പോയി പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം. ആ കുട്ടികളെ, നിങ്ങളെല്ലാം ബസ്സിലോട്ട് കയറും.